വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. വിയർപ്പൊഴുക്കി വിളയിച്ചെടുത്ത നെല്ല് സംഭരിക്കപ്പെടാതെ പാടത്തും വീടുകളിലും കെട്ടിക്കിടക്കുമ്പോൾ കൂറ്റനാട് പെരുമണ്ണൂർ പാടശേഖരത്തിലെ കർഷകർ ആശങ്കയിൽ. വിളവെടുപ്പ് കഴിഞ്ഞ 1.5 മാസമായിട്ടും നെല്ല് സംഭരണം ആരംഭിക്കാത്തതോടെ 1000-ലധികം ചാക്ക് നെല്ലാണ് പാടത്തും വീടുകളിലുമായി കെട്ടിക്കിടക്കുന്നത്. അതേസമയം മഴയും കാട്ടുപന്നി ശല്യവും മൂലം നെല്ല് നശിക്കുമോ എന്ന ഭീതിയിലാണ് കർഷകർ. സംഭരണത്തിനായി ടോക്കൺ ലഭിച്ച് 1 മാസം കഴിഞ്ഞിട്ടും മില്ലുകാർ നെല്ലെടുക്കാൻ എത്താത്തതായി പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. മുൻവർഷങ്ങളിൽ ഇത്ര താമസം ഉണ്ടായിരുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. വീട്ടിൽ സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത കർഷകരുടെ ഏകദേശം 200 ചാക്ക് നെല്ല് ഇപ്പോഴും പാടത്ത് തന്നെയാണ് കെട്ടിക്കിടക്കുന്നത്. അന്ന് മഴ പെയ്തിട്ട് അതിനായുള്ള മുഴുവൻ വെള്ളം വരുമ്പോ കണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അവിടെ കിടന്നിരുന്ന നെല്ലൊക്കെ മേലേക്ക് കയറ്റി വെച്ചുള്ളതാണ്. പിന്നെ ഇത് കുറെ നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ടാർപ്പായ എടുത്തിട്ട് ഉണക്കി 2ാം ട്രിപ്പ് പായിട്ട് ക്ലിയർ ചെയ്ത് വെച്ചുള്ളതാണ്. ഇത് ടോട്ടൽ ഇപ്പൊ ഈ ഇരിക്കണത് 200 ചാക്കുണ്ട്. പിന്നെ മേലെ കയറ്റിച്ചത് വേറെ 100 ചാക്ക് വേറെ ഇരിക്കുന്നുണ്ട്. വിൽപ്പനയ്ക്കായി കാത്തിരിക്കുന്ന നെല്ല് ചാക്കുകളിലാക്കി കർഷകർ ടാർപ്പായകൾ പോലും വാടകയ്ക്കെടുത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് വിളയിച്ച നെല്ല് കണ്ണിന് മുമ്പിൽ നശിച്ചു പോകുമോ എന്ന ഭയമാണെന്ന് കർഷകൻ ഗോപി മഠത്തിൽപ്പടി പറഞ്ഞു. വാർഡ് മെമ്പർ കാസിം മറ്റ് അധികൃതരുമായി ചേർന്ന് വിഷയത്തിൽ ജില്ലാ കളക്ടറെയും സപ്ലൈകോ അധികൃതരെയും ബന്ധപ്പെട്ടതായും അറിയിച്ചു. നെല്ല് സംഭരണം വൈകുന്നതിനെക്കുറിച്ച് അറിവില്ലെന്നാണ് PMO ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി. ഈ നെല്ല് ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ധാരാളം വേദികളിൽ കൃഷിഭവന്റെ ആയാലും മറ്റേ പഞ്ചായത്തിന്റെ ആയാലും വേദികളിൽ ഇത് ഉന്നയിച്ചു. നിരവധി പേരോട് ഇത് സംബന്ധിച്ച പരാതികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. കാര്യമായ ഒരു പണികണ്ടയും കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം. 1 മാസത്തോളം ഇതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് അവിടെ വന്ന് അവിടുന്ന് ഏറ്റി ഇങ്ങോട്ട് കൊടുന്നെച്ച് ഇത് എന്നും വന്ന് എടുത്തിടുക. ടാർപ്പായ വാടകയ്ക്ക് കൊടുന്നിട്ടാണ് അതിന് വാടക കൊടുക്കണം. അതുപോലെ അതൊക്കെ പന്നികളും ഇതൊക്കെ കുത്തി കേടെടുത്ത് നോക്കി പൊളിക്കുക. അങ്ങനെ കഴിഞ്ഞ 1 മാസത്തോളമായി ഞങ്ങൾ ഇതിന് വേണ്ടി ബുദ്ധിമുട്ടി. 1 മാസത്തിന് മേലെ ഇവിടെ കൊടുക്കും. 1 മാസത്തിന് മേലെ ഇപ്പൊ ഇവിടെ കൊടുന്ന് ബുദ്ധിമുട്ടിട്ട് ഇവിടെ കിടക്കും. എത്ര ചാക്ക് ഇത് 130 ചാക്ക് ഇവിടെ ഉണ്ട്. 40 ചാക്ക് അങ്ങേപ്പുറത്ത് കിടക്കാനുണ്ട്. അധികം വൈകാതെ നെല്ല് സംഭരണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ പാടശേഖര സമിതി ഭാരവാഹികൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകി. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ നെല്ല് സംഭരണം നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. അതേസമയം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വിത്ത് ഉൽപാദനവും സംഭരണശാലകളും അരിമില്ലുകളും സ്ഥാപിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ടതാണെന്ന് പെരുമണ്ണൂർ പാടശേഖര സമിതി പ്രസിഡന്റ് KS രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൂറ്റനാട്. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഫോൺ 8590080220 9645710222.